വെൽക്കം ടു കിച്ചൺ ബെൽസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് ഓറിയോ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഓറിയോ മിൽക്ക് ഷേക്കിൻ്റെ ഒരു സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇത് ഐസ്ക്രീം ഇല്ലാതെയാണ് ചെയ്യുന്നത്. വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ വാനില ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ആകെ 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് പാല്, നമ്മൾ നോർമൽ ഫുൾ ഫാറ്റുള്ള പാലെടുത്തിട്ടുണ്ട്, പിന്നെ ഓറിയോ ബിസ്ക്കറ്റും പിന്നെ പഞ്ചസാരയും മാത്രമാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഐസ്ക്രീം ചേർക്കാം, വേണമെങ്കിൽ കുറച്ചും കൂടി ക്രീം, വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്. പക്ഷേ ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ട് നോർമലായിട്ട് വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്നത് ഒരു ഷേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഭയങ്കര സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണിത്. ഇപ്പോൾ വളരെ ചൂടൊക്കെ ഉള്ള ടൈമല്ലേ, അപ്പോൾ എന്തായാലും ഷേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഷേക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇത് ചെയ്യിപ്പിക്കാം. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എക്സൈറ്റഡ് ആയിരിക്കും അവരിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്, മീൻസ് റെസിപ്പിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഓറിയോ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 8 ഓറിയോ ബിസ്ക്കറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ 5 ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ ഷേക്കിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള 3 എണ്ണം ഞാൻ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പാലാണ്, ഫുൾ ഫാറ്റുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു മഗ്ഗിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാര, അത് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണോ നിങ്ങൾക്ക് പഞ്ചസാര മധുരം വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ബിസ്ക്കറ്റിൽ പഞ്ചസാര ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് പഞ്ചസാരേൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മഗ്ഗിലാണ് പാലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് 2 ആൾക്ക് സെർവ് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഓറിയോ ഷേക്ക് കുറച്ചും കൂടി തിക്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഓറിയോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഓറിയോ ഷേക്കിൻ്റെ ഡെക്കറേഷനും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓറിയോ ഷേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, വീട്ടിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഓറിയോ ഷേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഒരുപാട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓറിയോ ഷേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുവരേക്കും നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ.